സമയം എടുത്ത പ്രത്യേകമായ ഇടപെടലുകൾ ഒന്നും നമുക്ക് പറയാൻ കഴിയും. കേന്ദ്ര സർക്കാർ ലാഭത്തിലാകില്ല, അതുകൊണ്ട് അടച്ചുപൂട്ടണം എന്ന് തീരുമാനിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് HNL, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്. കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും EML എന്ന നിലയിൽ അവിടെ കോട്ടയം കേന്ദ്രീകരിച്ച് പൊതുമേഖലയിൽ തന്നെ ഒരു സംരംഭം ആരംഭിക്കാൻ കഴിയും. കാസർഗോഡ് ജില്ലയിലെ എല്ലാം EML ചേർന്ന് അവിടെ മറ്റൊരു പൊതുമേഖലയിൽ തന്നെ സംരംഭം ആരംഭിക്കാൻ വേണ്ടി കഴിയും. കേരള റബ്ബർ ലിമിറ്റഡ് എന്നൊരു പൊതുമേഖലാ സ്ഥാപനം ഈ ഘട്ടത്തിൽ ആരംഭിച്ചതും പ്രവർത്തനം നടത്തിയെടുക്കാൻ കഴിയുന്നതും ഈ ഘട്ടത്തിൽ. കേരളം പൊതുമേഖലയിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചാലും അത് പ്രവർത്തിപ്പിക്കാനും ലാഭകരമാക്കാനും മികവുറ്റതാക്കാനും കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ കൺട്രോളാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പൊതുമേഖല ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ഒന്നായിരുന്ന കൺട്രോൾ ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി കടുത്ത തിരിച്ചടി നേരിട്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ വിയാസമായി തിരിച്ചുപോയി കരാർ ജീവനക്കാരെ കൊണ്ട് മാത്രം പ്രവർത്തിപ്പിച്ചു പോകുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് ഭൗമ ഗവേഷണ രംഗത്തും യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ രംഗത്തും യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണ രംഗത്തും അതുപോലെ തന്നെ AI സംവിധാനം ഉപയോഗിച്ച് ഇന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ പ്രാദേശിക നിലവിൽ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകളുമെല്ലാം രാജ്യത്ത് മികവുറ്റ നിലയിൽ അവതരിപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് വ്യവസായ കേന്ദ്രമായി കൽപ്പൂരിന് മാറാൻ വേണ്ടി കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ഈ കേരളത്തിലെ ഏറ്റവും സ്കില്ലുള്ള മാനവ വിഭവശേഷിയെ ഇന്നത്തെ സമൂഹത്തിന്റെ ഉയർന്ന രാഷ്ട്രീയ ബോധത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രായോഗികമായി പ്രയോജനപ്പെടുത്തിയെടുത്ത കേരളത്തിന് ഇന്ത്യയിലെയല്ല ലോകത്തിലെ ഏറ്റവും മികച്ച സംരംഭങ്ങളുടെ വ്യവസായികളുടെ ഇടമായി മാറാൻ കഴിയും. അപ്പോഴും നമ്മൾ നേരിടുന്ന പ്രശ്നം കേരളത്തിന്റെ ജനസാന്ദ്രത, വിപുലമായ വ്യാവസായിക സംരംഭങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഭൂമിയുടെ അപര്യാപ്തത, ഇത്തരം പ്രശ്നങ്ങൾക്കിടയിലും ഏറ്റവും മികച്ച സ്കില്ലുള്ള പ്രൊഫഷണലുള്ള നാട് എന്ന നിലയിൽ കേരളത്തിൽ ഈ വ്യവസായ രംഗത്തുള്ള അനന്ത സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ ഒന്നാം പിണറായി ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റിനെയും വ്യവസായ വകുപ്പ് നടത്തിയിട്ടുള്ള ഏറ്റവും മാതൃകാപരമായ ഇടപെടലുകൾ പൊതുവെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിട്ടുണ്ട്. അതിനകത്തെ ന്യൂനതകളും അതിന്റെ സാധ്യതകളെയും ഉയർത്തുന്ന ചർച്ചകൾക്കുള്ള വേദിയായി ഈ സെഷൻ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന വ്യവസായ വകുപ്പ് മന്ത്രി തന്റെ മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് പകരം ഈ സെഷനിൽ വിഷയം അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യാൻ സംസ്ഥാന പ്ലാൻ ബോർഡ് അംഗമായിട്ടുള്ള ഡോക്ടർ രാംകുമാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു.